കുടുംബത്തിലെ വിധീതൻ ആവശ്യം എന്നതായി സിഗർ ചെയ്തുവെന്നും തൽപരമായി എന്തെങ്കിലും സംഗതി ചെയ്യാമെന്ന് കരുതി തയ്യാറാകുന്ന നബി ശരീരം ചെയ്യാത്താൽ അതിന് കഴിയാറാകുമെന്ന് ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ബുഖാരിയിലുള്ള മർഫൂആയ ഹദീസിലെ ഇതിനെക്കുറിച്ചും അതുപോലെ സിഗർ സത്യവും യാഥാർത്ഥ്യവുമാണെന്ന് അഹ്ലു സുന്നയുടെ വിശ്വാസമെന്നും സിഗർ ഫലിക്കുമെന്നും ഇമാം നബവി തന്റെ ശറഹുൽ മുസ്ലിമിൽ 7-ാം ഭാഗം 430-ാമത്തെ പേജിൽ പറയുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ബുഖാരിയിലെ ഒരു ഹദീസിനെ കുറിച്ചാണ് ചോദിച്ചത്. നബിക്ക് സിഹ്ർ ബാധിച്ചെന്ന് പറയുന്നത് അതിവിടെ പ്രസംഗത്തിലൊക്കെ വളരെ വിശദീകരിച്ച്, കാരണം ഈ കെ സക്കരിയ പ്രസംഗിച്ച, അല്ലെങ്കിൽ ജുബൈർ പ്രസംഗിച്ച, ശംസുദ്ദീൻ പാലത്ത് പ്രസംഗിച്ച ഇതിലൊക്കെ പറഞ്ഞ് ഈമാനുള്ളവന് അല്ലെങ്കിൽ വിശ്വാസമുള്ളവന് ഇസ്ലാമിക അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ ഫലിക്കൂലാണ്. ഞാൻ അതെന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ച് ധാരാളം ആയത്തോതി. ഇന്ന ഇബാദി ലൈസലക അലൈഹിം സുൽത്താനുള്ള ആയത്തൊക്കെ ഞാൻ ഓതി. അപ്പൊ ഈ ചോദ്യം ആദ്യം ചോദിക്കേണ്ടവരോടൊക്കെയാണ്. നബി ഇസ്ലാമിക അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നവനല്ലേ? നബി ഈമാനുള്ളവനല്ലേ? പിന്നെ അവിടെ വായിച്ചു ദുർബല വിശ്വാസികൾക്ക് ഫലിക്കുള്ളൂ. അത് അൽമനാർ എഴുതിയതാണ്. അപ്പൊ ആ ചോദ്യം മുജാഹിദ് സെന്ററിലും പോയിട്ട് ചോദിക്കണം. ഹദീസിനെ കുറിച്ച് നബി മുഹമ്മദ് നബി ദുർബല വിശ്വാസിയാണോ എന്നാണ്. കാരണം അത് ദുർബല വിശ്വാസികൾക്ക് ഫലിക്കുള്ള എഴുതിയതാണ്. പിന്നുള്ളത് അഹ്ലു സുന്നത്തിന്റെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം ഞാൻ അത് വിശദീകരിക്കാം. സിഹ്റിനെ കുറിച്ച് ഇമാം ഖുർത്തുബി അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതൻ തന്നെയാണ്. അദ്ദേഹം പറയാൻ സിഹ്റിന് നിർവചനം കൊടുക്കുന്നത് ഫിൽ ലുഅത്തി കുല്ലു മുതമഖി ലാ ഹഖീഖത ലഹു വലാ സിഹത. ഖുർത്തുബി തഫ്സീർ വാള്യം 11-231. സിഹ്ർ എന്ന് പറഞ്ഞാൽ തന്നെ പൂച്ചാണ്, ആളെ കാണിക്കല്. ലാ ഹഖീഖത ലഹു, അതിനെന്തില്ല യാഥാർത്ഥ്യമില്ല, വലാ സിഹത, അതിന് സിഹത്തില്ല. അപ്പൊ തൗതൂന സിഹ്റ വാന്തും മുബ്സിറു എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീർ ഖുർത്തുബി കൊടുക്കുക. അതുപോലെ സൂറത്ത് ഹൂദ് 7 അല്ലാഹു പറയുന്നു, നീ അവരോട് പറയാണ് ഇന്നകുല്ല മബ്ഊസുന മിൻ ബഅദിൽ മൗതി, മരണശേഷം പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ പറയും ലയഖൂലല്ലദീന കഫറൂ ഇന്ന ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഈ പരലോക ജീവിതം സിഹ്റാണെന്ന് പറയുന്ന, ആ പരലോകം ഉണ്ട് എന്നുള്ളത് സിഹ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തഫ്സീർ ഖുർത്തുബി ചതിയാണ്, നിരർത്ഥകമാണ്. ഈ ബുദ്ധിനാനി സിഹിറിന്തോ, ശത്രുക്കൾ തന്നെ സിഹിറിന്റെ ആളുകൾക്ക് എന്നറിയാം സിഹിറിൽ പൂച്ചാണ്, ഒന്നുമില്ല. അപ്പൊ പരലോക ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സിഹ്റാന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നുമില്ല, യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ്. തഫ്സീർ ഖുർത്തുബി 19-12. ഇനി അടുത്ത ഇതിൽ കാണാം ഷൗക്കാനി പറയാണ്. അതായത് വലയും കുൽത്ത ഇന്നൊക്കെ ആയത്തിന്റെ വേക്കത്തിന് പറഞ്ഞത് അതായത് സിഹിർ എന്ന് പറഞ്ഞ ബാത്തിലാണ്, അടിസ്ഥാനരഹിതമാണ്, അത് ചതിയാണ്. അതുകൊണ്ടാണ് പരലോകം സിഹ്റ എന്ന് പറഞ്ഞത്. അത് ഫത്തുൽ ഖദീർ ഷൗക്കാന്റെ 2595. ഇനി നസഫി സാബി മുഴുവൻ പറയുന്ന ആ സാഹിർ എന്ന് പറഞ്ഞാൽ തന്നെ ഖാദിബുൻ മുബ്തിലുന്ന, അവൻ യഥാർത്ഥ ഹഖീഖത്ത് ചെയ്യുന്നവനല്ല. സാഹിറുകൾ എന്ന് പറഞ്ഞ പറയുന്നത് മുബ്തിൽ അടിസ്ഥാനരഹിതമായതും ചെയ്യുന്നവനാണ് എന്നാണ്. ഇനി ഇബ്നു ഹജർ ഫത്തുൽ ബാരി ഫത്തുൽ ബാരി അതായത് ബുഖാരിയിലെ 5265-ാമത്തെ ഹദീസിന്റെ വ്യാഖ്യാനം ഫത്തുൽ ബാരി 13-144. വഖീല, ഒരു കൂട്ടർ പറഞ്ഞു വതഖീലുൽ ഫഖത്ത്, ഈ സിഹിർ എന്ന് പറഞ്ഞാൽ കേവലം ചില തോന്നിപ്പിക്കൽ മറ്റൊരു മാത്രമാണ്. വലാ ഹഖീഖത ലഹു, അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. ആദാ ഇഖ്തിയാറു അബൂ ജഅഫർ ഇസ്തർബാനി മിന ഷാഫിഈ. ഇവര് പറയുന്ന മുത്തസിയാക്കളെ മാത്രമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫത്തുൽ ബാരി പറയും അത് ഷാഫി മതയിൽപ്പെട്ട അബൂ ജഅഫർ ഇസ്തർബാദിന്റെ അഭിപ്രായമാണ്. അബീ ബക്കർ റാസി മിനൽ ഹനഫിയ്യത്തി, ഹനഫി മതയിൽപ്പെട്ട അബൂബക്കർ റാസിന്റേതാണ്. ഇബ്നു ഹസമിന്റെ അഭിപ്രായമാണ് ലാഹിരിയായ വതായിഫത്ത്. അപ്പൊ ഇബ്നു ഹസൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു ഹസൻ എന്ന് പറഞ്ഞാൽ കെ സക്കരിയന്റെ പുസ്തകത്തെ തന്നെ MI മുഹമ്മദ് അലിനെ എതിർക്കാൻ വേണ്ടി കെ സക്കരിയ ഗൾഫ് സെലക്ഷൻ പുസ്തകമുണ്ട്. അതിൽ പറയുന്നതാണ് ഇബ്നു ഹസമിന് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെ വരെ എതിർക്കാൻ അധികാരമുണ്ടല്ല. ഇബ്നു ഹസം എന്ന പണ്ഡിതന് മുസ്ലിം ലോകത്തിന്റെ ഏക ഇജ്മാഇനെ വരെ എതിർക്കാൻ അധികാരമുണ്ട്. അപ്പം ഇബ്നു ഹസൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്മാ വരെ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് കെ സക്കരിയ തന്നെ അദ്ദേഹത്തിന്റെ MY മുഹമ്മദിനെ എതിർക്കാൻ വേണ്ടി ഗ്രന്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇമാം ഷൗക്കാനി ഫത്തുൽ ഖദീർ പറയാണ് അബൂ ഹനീഫ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടതാണ്. ഇതിലേക്ക് പോയി ഇലാ അന്നഹു ഖിദാദ്, ചതിയാണ്. ലാ അസ്ല ലഹു, സിഹ്റിനൊരു അസ്ലുമില്ല. വലാ ഹഖീഖത, ഹഖീഖത്തും ഇല്ല.
അത് ഫത്തുൽ ഖാദിർ 150 പറയാം. അബൂ ഹനീഫ അടക്കം സിഹർ വെറും ഹഖീഖത്തില്ലാത്ത ഒന്നുമില്ലാത്തതാണെന്ന് പറയാണ്. പിന്നെ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് കൂട്ടത്തിൽ മുത്തലിപ്പം പറഞ്ഞു. ഇനി മാഞ്ചേശ്വരം വാദപ്യാതെടുത്ത് നോക്കുക. കെ സക്കരിയ പല പ്രാവശ്യം പേരോടിനെതിരെ സെൽസേബിൽ ഉദ്ധരിച്ചിട്ട് മുത്തസിയാക്കളിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യാവാദിക്കൂടാന്ന് അറിയിക്കുന്നത്. മാഞ്ചേശ്വരം സംവാദത്തിന്റെ സീഡികൾ കേൾക്കുക. 1-2 പ്രാവശ്യമല്ല സെൽസേബിൽ ഉമറുമാവിലെ വേദി മുത്തസിയാക്കളിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യാവാദിക്കൂല. അത് പല പ്രാവശ്യം പേരോടിനെതിരെ വായിച്ചിട്ട് എന്താണ് കെ സക്കരിയ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഹദീസിന്റെ സിഹത്തിലേക്ക് കിടക്കാം. ഒന്നാമത് ആ ഹദീസിൽ വൈരുദ്ധ്യമാണ്. ഒന്നിൽ പറയുന്നത് ഈ കുഴിച്ചിട്ടത് ആ കിണറ്റിന് കുഴിച്ചിട്ടത് എടുത്ത് മാന്തി എടുത്തില്ല. മറ്റൊന്നിൽ പറഞ്ഞ കുഴപ്പമുണ്ടാവുന്ന പറഞ്ഞിട്ട് മൂടിയില്ല, മാന്തി എടുത്തില്ല. അപ്പൊ തന്നെ വസൂൽമാരിൽ ഒരു 10 സ്ഥലം കാണിക്കാറ് ഹദീസ് വൈരുദ്ധ്യം ഉണ്ടാകും, ഉച്ചത്തിന് കൊള്ളൂലാണ്, തെളിവിന് കൊള്ളൂലാണ്. പിന്നെ സമയത്തിനിടെ ഇത് പറയുന്ന 6 മാസം നബി നട്ടം തിരിഞ്ഞെന്ന് അറിയുന്നത്. 6 മാസം അഹമ്മദിന്റെ റിപ്പോർട്ടിൽ 6 മാസം നബിക്ക് ഭാര്യനെ സമീപിച്ചില്ലേ ജനാപത്ത് ഉണ്ടായില്ലെന്ന് 6 മാസമാണ്. ചിലത് പല 40 ദിവസം എന്നാണ്. പിന്നെ അതിന്റെ സനദിലേക്ക് തന്നെ കണക്കാം. സനദ് ഹിശാമുൻ അൻ അബിയാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം ഷാഫി തന്നെ അയാളുടെ മുമ്പിൽ 2-3 സ്ഥലത്ത് പറഞ്ഞു ഹിശാമുൻ അൻ അബിയുടെ റിപ്പോർട്ട് നിരുപാധികം സ്വീകരിക്കാൻ പറ്റില്ല. എവിടെയും സ്വീകരിക്കില്ല. അത്രയും ഗൗരവമായ വിഷയം, എത്രത്തോളം ഗൗരവമല്ലാത്തൊരു വിഷയത്തിൽ ഇപ്പം ബുഖാരി മുസ്ലിം കാണാൻ നബി പറഞ്ഞു നമുക്ക് ഹജ്ജിന് ഇറാൻ കെട്ടാൻ പേടി, രോഗമാവുമെന്ന് പേടിക്കുകയാണ്. അപ്പൊ ദുബായത്ത് എന്ന പെണ്ണ് ശരീരത്തെ അടിച്ച സ്ത്രീയായിരുന്നു. അപ്പൊ അവര് ഹിറാമിന്റെ സമയത്ത് പറഞ്ഞ പടച്ചോനെ നീ എന്നെ എവിടെ വെച്ചിട്ടാണോ തടുക്കുന്നത് അവിടെ ഞാൻ പിന്മാറും എന്ന് പറഞ്ഞിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ് എന്നാണ്. അപ്പൊ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ട് രോഗികളൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യവസ്ഥ പടച്ചോനെ എന്നെ എവിടെ വെച്ച് നീ രോഗിയാക്കി അവിടെ വെച്ചിട്ടാണ് പിന്മാറും. ഈ ഹദീസ് ബുഖാരി മുസ്ലിം തിരിച്ചതാണ്. എന്നിട്ട് ഷാഫി അംഗീകരിക്കുന്നില്ല. ഷാഫി പറഞ്ഞത് അങ്ങനെ വ്യവസ്ഥ വെക്കാൻ പാടില്ല. കാരണം ഇശാമുൽ അബിയുടെ റിപ്പോർട്ടാണ്, അദ്ദേഹത്തിന് നിരുപാധികം സ്വീകരിക്കാൻ പാടില്ല. ഇനി തഹ്ദീബുൽ ഇബ്നു ഹജർ അസ്ഖലാനി ഇശാമുൽ അബിയുടെ റിപ്പോർട്ടിന് ധാരാളം വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നർത്ഥം. ഇനി അങ്ങനെയൊക്കെ സമ്മതിക്കാം. എന്നാൽ തന്നെ ഇന്നും കേന്ദ്രം വിറ്റ് കാശാക്കുന്ന പുസ്തകം ഏത് പുസ്തകം? മുസ്തഫ സബാഹി എഴുതിയതും അമാനി മൗലി വിവർത്തനം ചെയ്യുന്നതും കേന്ദ്രം ഇന്നും വിൽക്കണമാക്കണം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിനുള്ള സ്ഥാനവും അതിൽ പറയുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഒറ്റപ്പെട്ട ഹദീസ് പറ്റൂല. അതുകൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് മുഹമ്മദ് അബ്ദും പറഞ്ഞു സിഹിർ പലിക്കോ എന്നുള്ളത് തന്നെ എന്താണ് വിശ്വാസകാര്യം. അപ്പൊ മുഹമ്മദ് നബിക്ക് പലിക്കോ എന്നുള്ളത്. അപ്പൊ വിശ്വാസ കാര്യങ്ങൾക്ക് ഇത്തരം ഖബർ വായത് പറ്റൂല എന്ന് സുല്ലമിയല്ല പറഞ്ഞത്. ഇവരെ എഴുതി ഈ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ഇനി എല്ലാ ബുഖാരി ബാബനുണ്ട്. ബുഖാരിന്റെ ഹദീസിൽ ബുഖാരിന്റെ മറുപടി ആണല്ലോ. ബുഖാരി അവസാനത്തെ വാല്യത്തിൽ കാണാം ബാബു അഖ്ബാരിൽ അഹദീസ്, ഒറ്റപ്പെട്ട ഹദീസുകളെ നമസ്കാരം നോമ്പ് കൊലളിലെ ഇതാക്കുള്ളൂ, വിശ്വാസകാര്യങ്ങൾക്ക് പറ്റൂല. ഇന്നലെ ഫത്തുൽ ബാരി കിർമാന്റെ അഭിപ്രായം കാണിച്ച് ഈ ഹദീസുകൾ ഖബറുമായി ഒറ്റപ്പെട്ട അമലിയാത്തിനെ പറ്റുള്ള അഖീദത്ത് പറ്റൂല. എന്നിട്ട് അജറ അസ്കലാനി എന്നെ അംഗീകരിക്കുകയും ചെയ്തെന്ന് അർത്ഥം. ജൗഹറത്തു തൗഹീദ്, ആ ജൗഹറത്തു തൗഹീദ് എന്ന പുസ്തകം എല്ലാവരും KM മൗലവിയൊക്കെ അടക്കം പ്രശംസിച്ചതാണ്. അതിൽ പറയുന്നത് നബിമാരെ എണ്ണം വരെ പറയണമെങ്കിൽ ഖുർആനോ മുത്തവാത്തിർ ഹദീസ് വേണം. മുത്തവാത്തിർ ഹദീസ് ധാരാളം സഹാബത്ത് ഉദ്ധരിക്കുക ചൈനയുണ്ടെന്ന് പറഞ്ഞ മാതിരി. നബിമാരെ എണ്ണം വരെ പറയണമെങ്കിൽ ഖുർആനോ മുത്തവാ, അപ്പൊ നബിക്ക് സീറൽച്ചോ എന്ന് പറയാനെങ്കിലോ. അപ്പൊ ആ ഹദീസിന്റെ അവസ്ഥ അതാണെന്ന് അർത്ഥം. പിന്നെന്താ ചോദിച്ചത്? സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്ത് വ്യാഖ്യാനിച്ച് റാസി, ഇബ്നു കസീർ ഇവരെല്ലാം കണ്ണേർ ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കുന്നു. ഇതേക്കുറിച്ച് വിശദീകരിച്ചു. യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഈജിപ്തിലേക്ക് പ്രവേശിക്കുമോ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒരു വാതിലൂടെ പ്രവേശിക്കരുത്, പല വാതിലൂടെ പ്രവേശിക്കണം. അപ്പൊ ഇത് എന്തുകൊണ്ട് മാർഗമാണ്? കണ്ണേറ് വലിക്കാതിരിക്കാനാണെങ്കിൽ ഒരാൾക്കും കണ്ണേറ് വലിച്ചൂലേ? ഈ കണ്ണേറ് വലിക്കുന്നു പറയുന്നവർ ഒറ്റക്കും ഒരു വ്യക്തിക്കും കണ്ണേറ് വലിച്ചു എന്നാണല്ലോ. പിന്നെ ഖുർആൻ തന്നെ അത് വിശദീകരിച്ച്, അതായത് യാക്കൂബ് നബി അത് പറഞ്ഞപ്പോ എന്താണ് ഉദ്ദേശിച്ചത്? അത് നിർവഹിക്കാൻ സാധിച്ചില്ല. പല വാതിലൂടെ പ്രവേശിക്കുക, ഒരു വാതിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞപ്പോ ഇല്ലാ ഹാജത ഫീ നഫ്സി യാക്കൂബ ഖദാ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം മനസ്സിലാക്കി അത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് നിർവഹിക്കാൻ പറ്റില്ല. എന്തേ സംഭവിച്ചത്? ഇവർക്ക് കണ്ണേറ് വലിച്ച് ചെയ്തത് അല്ല. ബിന്യാമീനെ കള്ളനാണ്, കവർച്ചക്കാരനാണെന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ച്.
അപ്പൊ ഒരു ഇവിടെ തന്നെ 8-10 ഒന്നായിട്ട് കയറി വരിക നമ്മൾ ഭയപ്പെടില്ലേ, ഇവരെന്താ കവർച്ചക്ക് വരികയാണുള്ളത്. അപ്പൊ അപരിചിത 8-10 യുവാക്കന്മാർ ഒന്നായിട്ട് വരികയാണെങ്കിൽ കവർച്ചക്കാരാണെന്ന് അവർ വിചാരിക്കുന്ന, അങ്ങനെ വിചാരിക്കുന്നത് കവർച്ചക്കാരാണ് പറഞ്ഞ് പിടികൂടാതിരിക്കാണ്. ഖുർആനിനെ വളരെ വ്യക്തമാണെന്ന് അർത്ഥം. കാരണം യാക്കൂബ് നബി അത് പറഞ്ഞപ്പം ഉദ്ദേശിച്ചത് നിർവഹിക്കാൻ സാധിച്ചില്ല എന്നാണ് ഖുർആനിൽ. അതിനെതിരെ ആ ഉദ്ദേശത്തെ ഇത് സംഭവിച്ചില്ല. ഇനി എന്താ അവിടെ സംഭവിച്ചു നോക്കിയാൽ മതി, ആർക്കും കണ്ണേറ് വലിച്ചതല്ലല്ലോ. ഇനി സംഭവിച്ചെന്താ, ഇങ്ങനെ കള്ളവാദ്യം ആണ്, കള്ളനാണ് പറഞ്ഞിട്ടാണ് പിടികൂടി. അല്ല സംഭവം അങ്ങനെ വാപ്പാക്ക് മകൻ എന്താണ് കട്ട് പാനപാത്രം കട്ട് വളവ് പാത്രം പട്ടാണ് പിടിച്ചു വെക്കാൻ ചെയ്യുന്നത്. ഇനിയിപ്പോ റാദി ഞാൻ പറഞ്ഞല്ല, റാദിന്റെ പറഞ്ഞത് എന്തായാലുണ്ടോ, റാദി സൂറത്ത് ദുഹാന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു ഈ ലൈലത്തി മുബാറക്കത്തി ബർക്കത്താക്കപ്പെട്ട ആ രാത്രിയിൽ ഖുർആൻ അവതരിപ്പിച്ചെന്നാണ്. അപ്പൊ റാദി പറഞ്ഞ ഈ ബർക്കത്താക്കപ്പെട്ട രാവ് ബറാത്ത് രാവാന്ന് കിരിമ പറയുന്നത് പല മഹാന്മാരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റാദി പറഞ്ഞു ഖുർആന്റെ ആയത്തിന് മുഹമ്മദ് നബി വ്യക്തമായി വ്യാഖ്യാനം നൽകി. എന്നാൽ അത് മാത്രമേ സ്വീകരിക്കേണ്ടുള്ളൂ, മഹാന്മാരതൊന്നും സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിലെ തെളിവ് ഖുർആനും നബിയാണ് എന്നാണ്. ഇനി റാജിനെ പല സ്ഥലത്ത് പറയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങളുടെ തെളിവ് ഖുർആനും സുന്നത്തുമായി യോജിക്കണേ സ്വീകരിച്ചാൽ മതി എന്നാണ്. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് കണ്ണിന്റെ വശ്യത ഉണ്ടാവാം. ഇനി ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ കണ്ണേറ് വലിക്കുന്ന ഒരാളെ പേര് പറഞ്ഞതാണ് നിങ്ങൾ, എന്നാ ഓൻ എനിക്ക് വാടക കൊടുക്കണം. ഈ ചാവർ പഴന്റെ ആവശ്യമില്ല, മന്ത്രി ഇങ്ങനെ പ്രസംഗിക്കോ നോക്കണമെന്നറിയാം. എനിക്ക് കുറെ ആളുകൾ എന്താണ് എനിക്ക് കണ്ണേറ് വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി പീഡനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പോലീസ് ചീർക്കും വിധത്ത് പ്രസംഗിച്ചെടുക്കുകയാണ്, പക്ഷെ പോലീസ് കുടിച്ചൊന്ന് പിടിച്ചിട്ടാ കണ്ണേറ് കൂടെ വേണം ശരിയാക്കിയാലോ. ഈ ശത്രു വിമാനമൊക്കെ ഇതാക്കാൻ ഈ കണ്ണേറ് വലിച്ചതൊക്കെ കൊണ്ട് അതിർത്തി നിർത്തിയാൽ മതി, വിമാനം വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇല്ലേ. അപ്പൊ ഇന്ന് കേരളത്തിൽ ഇവര് ചോദിക്കും കണ്ണേറ് എല്ലായിടത്തും വലിക്കുമോ, അതാ പ്രത്യേക വ്യക്തിന്റെ വലിക്കുള്ളൂ. എന്നാ വ്യക്തിന്റെ പേര് പറഞ്ഞു ഇവിടെ ചാവർ പറയേണ്ടി മറ്റൊക്കെ ആവശ്യമില്ല. എന്താ സെക്യൂരിറ്റി ഉണ്ടായിട്ട് എന്താ മന്ത്രിക്ക് ആവശ്യം? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ പോരെ. പ്രപഞ്ചത്തിലെ വ്യവസ്ഥ അതേ സമയം ചില ഹദീസുകളിൽ ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞ് വിശ്വാസ കാര്യങ്ങൾ ഒറ്റപ്പെട്ട് അതിന് പറ്റുമെങ്കിൽ തന്നെ കണ്ണിന്റെ വശ്യതയാണ് അയിനൂന്നെ പറഞ്ഞിട്ടുള്ള വശ്യതയാവാൻ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളെ നോട്ടത്തിൽ ആണുങ്ങൾ കൊടുക്കും, ആണുങ്ങളെ നോട്ടത്തിൽ സ്ത്രീകളൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ഹിപ്നോട്ടിസം നൽകുന്നുണ്ട്, അതൊക്കെ നോട്ടത്തിന്റെ ഇതിലാണ്. അപ്പൊ ചില കണ്ണിന്റെ ചില വശ്യതകളുണ്ട്, അത് യാഥാർത്ഥ്യം അതിൽ സഹിയായി എന്നാൽ തന്നെ ഉദ്ദേശമുള്ളൂ. എത്രയോ സംഭവങ്ങൾ നടക്കാറുണ്ട്. ചിലപ്പം നല്ല സൗന്ദര്യമുള്ള മനുഷ്യൻ സൗന്ദര്യമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കും. എന്താ ചോദിച്ചപ്പോൾ അത് നോട്ടത്തിലൂടെ കുട്ടികളെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴും നടക്കാറുണ്ട്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ല കുമ്പളങ്ങ വീഴ്ത്തലും വീട് വീഴ്ത്തലും ഇത്ര ഏർപ്പാടൊന്നും ഇല്ല. അങ്ങനെയാണ് സ്ഥിതിതമ്മ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ ഈ പുസ്തകം തന്നെ അതായത് അനുഭവജ്ഞാനത്തിന് പ്രഥമ ബുദ്ധിക്കെതിരായ ഹദീസ് സ്വീകരിക്കാൻ സുല്ലമ്യല്ല പറഞ്ഞത്. ഈ കേരളം ഇന്നും വിറ്റുവാക്കണ പുസ്തകം എടുത്തു മുസ്തഫ സാമാന്റെ അമാനി മറും അമാനുവിൽ പരിഭാഷപ്പെടുത്തിയ ഇന്നും മുജാഹിദ് സെന്റർ കൊടുക്കുന്ന ആ പുസ്തകത്തെ പറഞ്ഞ അനുഭവജ്ഞാനങ്ങൾ പ്രഥമ ഇതിനൊക്കെ എതിരായ ഹദീസുകളാണ് തൽക്കാലം നീക്കിയേക്കണം. ഞാൻ കുതിര കയറി ഞാൻ പറഞ്ഞു. ഇനി കേരളമെന്നെ പ്രസിദ്ധീകരിച്ച ഹദീസ് 2ാം പ്രമാണം എന്ന പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിലൊക്കെ ഉണ്ട്. പിന്നെ പല പല എല്ലാ നുഖുബത്തുൽ ഫിഖർ നുഖുബത്തുൽ ഫിഖർ അടക്കം ഇബ്നു ജൗസിന്റെ ഫതുൽ മുഖീസ് അടക്കം എല്ലാ സർവ്വ കിതാബിലും അത്രത്തോളം ഇന്നും അറബി കോളേജ് പഠിച്ച കിതാബ് ഇർഷാദുൽ ഫാദിൽ. ഇവര് ഈ അബ്ദുറഹ്മാൻ സലഫി അടക്കം അരീക്കോട് കുട്ടികളെ പഠിപ്പിച്ചെടുത്താണ് പീട്ടൂര് പഠിപ്പിച്ച കിതാബാണ് ഇർഷാദുൽ ഫാദിൽ. ചോക്കാന്റെ ആ ഇർഷാദുൽ ഫാദിൽ ഒറ്റപ്പെട്ട അതിൽ സ്വീകരിക്കുന്നത് തന്നെ ആക്കലിന് ബുദ്ധിക്ക് തരാൻ പാടില്ല. അവ എത്രത്തോളം ഈ പണ്ഡിതന്മാരെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ള ബുദ്ധിക്കെതിരായ എന്ന കാരണത്ത് പഠിച്ചോലെ വിശ്വാസമുള്ള ഒരിക്കലും അതീ തട്ടരുത്. പരമാവധി നോക്കാൻ യോജിപ്പിച്ച് നോക്കണം എന്നാണ്. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അതുണ്ട്. ആ ഭാഗം ഇവർ കാണില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്റേതല്ലത്. ഇന്നും ഈ പ്രധാന പുസ്തകം നബി ചൈത്യക്ക് ഈ ഇസ്ലാം ശരീഅത്തിലുള്ള സ്ഥാനം എന്ന പുസ്തകത്തിൽ ആ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൂ ആ വിഷയം. അത് അത്രയേ ഉള്ളൂ. അതൊന്നും ആ ആയത്തിന് തെളിവല്ല. ഖുർആനിന്റെ എന്തുകൊണ്ടാണ് പറഞ്ഞിരുന്നത്.